മുഖ്യമന്ത്രിയാകണമെന്ന് പറയുന്നത് കെ സി ആണ്. അത് എന്തുകൊണ്ടാണ് കെ സി തന്നെ മുഖ്യമന്ത്രിയാകണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വരുന്നത്? എൻ്റെ തീരുമാനമാണ് ഞാൻ പറയുന്നത്. കെ സി മുഖ്യമന്ത്രിയാകണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. ഞാൻ ഏറ്റവും ആദ്യം വി ഡി സതീശനായാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ ഞാനിപ്പോൾ വിചാരിക്കുന്ന ഒരു കാര്യം, കെ സി ആയില്ലെങ്കിൽ കേരളം വലിയ അപകടത്തിലേക്ക് നീങ്ങുമെന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വി ഡി സതീശനെ പിന്തുണക്കുന്നത് ആരാണ് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഒന്ന്, വി ഡി സതീശനെ പിന്തുണക്കുന്നത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിൻ്റെ അടുത്തോട്ട് കർണാടകയിലെ ന്യൂനപക്ഷ മന്ത്രിയടക്കം സിദ്ധരാമയ്യ പലരെയും അയച്ചു എന്നും അവിടെ KMCCക്ക്, അതായത് ഇവരുടെ പ്രവാസി സംഘടനക്ക് വേണമെങ്കിൽ ഒരു MLC സ്ഥാനം കൊടുക്കാമെന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവിനെ തീരുമാനിക്കേണ്ടത് ഏറ്റവും കുറഞ്ഞ പക്ഷം കോൺഗ്രസ്സുകാരാണ്. അപ്പോൾ അതിന് ഒരു ഘടകകക്ഷിയുടെ അഭിപ്രായം എടുത്തുകൊണ്ട് ആ ഘടകകക്ഷിക്ക് പ്രാമുഖ്യം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ, ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് BJPക്കും സംഘപരിവാറിനും ഒക്കെ വലിയ വളക്കൂറുള്ള ഒരു കാര്യമായി മാറും അവർക്കൊരു വളർച്ചയ്ക്ക്. കാരണം വി ഡി സതീശനെ പിന്തുണക്കുന്നത് മുസ്ലിം ലീഗാണ്, മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയാണെന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണെന്നൊരു കാര്യം വരും. രണ്ടാമത്തെ എന്താണ് സംഭവിക്കുക? വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം MLA-മാരുടെ പിന്തുണ കോൺഗ്രസിനകത്ത് കുറവാണ്. അപ്പോൾ കുറവാകുമ്പോൾ തന്നെ കോൺഗ്രസിനകത്ത് കുറച്ചുകൂടി ദുർബലനായിട്ടുള്ള ഒരാൾ മുഖ്യമന്ത്രിയാകുന്നു എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചോളം അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം എന്താ, താങ്കളുടെ കൂടി പിന്തുണ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് പിടിച്ചേക്കാൻ പറ്റുള്ളൂ. ആ സമയം കെ സി വേണുഗോപാലാകുമ്പോൾ അങ്ങനെ ഒരു സംഭവമില്ല. കാരണം കോൺഗ്രസിനകത്ത് സർവ്വശക്തനാണ്, സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിൻ്റെ പിന്തുണ ആവശ്യമില്ല. ഇനി ലീഗിൻ്റെ പിന്തുണ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഇനി അവരെ ഏത് തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയാലും ഇല്ലെങ്കിലും, ഇത്തരത്തിലുള്ള ഒരു പ്രചരണത്തിന് അത് വഴിയൊരുക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സതീശനാണെന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ ചാനലായിട്ടുള്ള മീഡിയ ഫണ്ടും ഒക്കെ നിന്ന് നിരന്തരമായി വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കെ സിയോട് ഈ വിജയം നിങ്ങൾ റാഞ്ചി എടുക്കരുത്, വി എസ് മൂവ്മെൻറ്റ്, വി ഡി എസിനൊരു VS മൂവ്മെൻറ്റ്, അതായത് പണ്ട് VSന് ഇവിടെ സീറ്റ് നിശ്ചയിച്ചപ്പോൾ ഉണ്ടായതുപോലെ ആളുകളൊക്കെ ഭയങ്കര റോട്ടിലിറങ്ങി വൻ പ്രക്ഷോഭം നടത്തും എന്നൊക്കെ പറഞ്ഞ് ഇവർ വീഡിയോ ഇട്ട് ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇനി സീതാവീതും നിഷാദ് റാവുത്തറും അജിംസും ഒക്കെ കൂടി ഒരു പ്രകടനം നടത്തിയേക്കോ എന്നുള്ള പേടി പോലും എനിക്കുണ്ട്. മനസ്സിലായി? വെള്ളിവാട് കുന്നിൽ നിന്ന് നേരെ കോഴിക്കോട് ജംഗ്ഷൻ വരെ ഒരു പ്രകടനം നടത്തിയേക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുടെ സപ്പോർട്ട് വി ഡി സതീശനുണ്ട്. ഇനി അടുത്തൊരു കാര്യം എന്താ? അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, വി ഡി സതീശൻ പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ഭൂമി ഉരുണ്ടതാണെന്ന് ശാസ്ത്രജ്ഞരൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇത് ഖുറാനിലും അതുപോലെ തന്നെ നബിയും ഒക്കെ തന്നെ കണ്ടുപിടിച്ചിരുന്നു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരാൾ കോൺഗ്രസ് പിടിച്ച് മുഖ്യമന്ത്രിയാക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് കോൺഗ്രസ്സിന് ഡാമേജ് ഉണ്ടാക്കുകയില്ലേ? കോൺഗ്രസ്സിന് വലിയ ഡാമേജ് ഉണ്ടാക്കും. കോൺഗ്രസ്സിന് ആളുകൾ പറയാൻ പോകുന്ന നരേറ്റീവ് എന്താ? ഈ പറയുന്ന മുസ്ലിം മത ന്യൂനപക്ഷങ്ങളുടെ പ്രീണനത്തിന് വേണ്ടിയിട്ട് കോൺഗ്രസ് എന്ത് ചെയ്തിരിക്കുന്നു? ഒരു സ്ഥാനാർത്ഥി മുഖ്യമന്ത്രിയെ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന സമുദായ സംഘടനകൾ അവരുടെ ഒന്നും വോട്ട് വേണ്ടാതെ അതില്ലാതെ ജയിക്കാമായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ ആക്ഷേപങ്ങളൊന്നും വരില്ല. നേരിട്ട് വേണമെങ്കിൽ കെ സി വേണുഗോപാലിന് ഇവിടെ വന്ന് MP സ്ഥാനം ഉപേക്ഷിച്ചുകൊണ്ട് ഒപ്പം മത്സരിക്കാമായിരുന്നല്ലോ. ഇതിപ്പോൾ പുതുയുഗ യാത്ര നടത്തിയത് വി ഡി സതീശൻ. അദ്ദേഹം തൻ്റെ മണ്ഡലത്തിൽ പ്രവർത്തനം വളരെ കുറച്ചാണ് നടത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കിയുള്ള മണ്ഡലങ്ങളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അതായത് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട ഒരു ഏകോപനം, ടീം UDF എന്ന് പറയുന്ന ഒരു സംഭവം മേക്ക് ചെയ്ത് കൊണ്ടുവന്നതും ഒക്കെ അദ്ദേഹമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പണിയെടുപ്പിച്ചതിന് ശേഷം ഇപ്പോൾ വി ഡി സതീശൻ്റെ അടുത്ത് പറയുകയാണ്, താങ്കൾ സമുദായ സംഘടനകളുടെ ഒക്കെ പ്രത്യേകിച്ച് ലീഗിൻ്റെ ഒക്കെ ആളായി നിന്നുകൊണ്ടാണ് മുഖ്യമന്ത്രിയാകുന്നത്, അതുകൊണ്ട് താങ്കൾ മാറി നിൽക്കൂ എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? അല്ല, അത് വളരെ കറക്റ്റായിട്ടുള്ളൊരു ചോദ്യമാണ്. പക്ഷേ അതിൻ്റെ ഉത്തരം കൃത്യമായി ശ്രദ്ധിച്ചു കേട്ടാൽ അതിനകത്ത് കാര്യമുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുന്നത്, വി ഡി സതീശൻ കേരളത്തിലെ കോൺഗ്രസ്സുകാരെ മുഴുവൻ ഉത്തേജിപ്പിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയൊക്കെ ചെയ്തു എന്നുള്ള കാര്യത്തിലൊന്നും ഒരു തർക്കമില്ല. ആ പ്രതിപക്ഷ നേതാവായ അദ്ദേഹം ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുകയും 2019-ലും 2024-ലും എങ്ങനെയാണ് 100-ലധികം സീറ്റുകളിലേക്ക് UDF എത്തിയത്, അതൊരു മുസ്ലിം കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഉണ്ടായതുകൊണ്ടാണെന്ന് തിരിച്ചറിയുകയും അതിന് ഉപോത്ഫലകമായിട്ടുള്ള തന്ത്രങ്ങൾ മെനയുകയും ചെയ്തു എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു തർക്കവും ഇല്ല. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? അവിടം കൊണ്ട് ഇത് അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ഒരു നാച്ചുറൽ ചോയ്സായി വരട്ടെ എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് ഞാനും. പക്ഷെ അതും കഴിഞ്ഞ് പിടിവിട്ട് ഇപ്പം എന്താണ് തീരുമാനിച്ചേക്കുന്നത്?
ഇപ്പം തീരുമാനിച്ചേക്കുന്നത് മുസ്ലിം ലീഗ് വി ഡി സതീശൻ ആക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നു. ഒന്ന്. രണ്ടാമത്തത് ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനൽ വി ഡി സതീശനെ ആക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നു എന്ന് മാത്രമല്ല വി എസിനൊപ്പം വി ഡി സതീശനെ ഉയർത്തി കാണിക്കുന്നു. എനിക്കത് കേട്ടിട്ട് ചിരിയാണ് വന്നത്. ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാരെ കുറിച്ച് അറിയാവുന്ന ആർക്കും അറിയാം, ബൂത്തിൽ കൊണ്ടേ പണം കൊടുത്തില്ലെങ്കിൽ അവർ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുക പോലുമില്ല. ഇപ്പം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പോലും അവർ വന്ന് ഈ പറയുന്ന ഫ്ലക്സ് സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് അടിച്ച് ഒട്ടിച്ച് ഇവിടെ വലിയ പ്രചണ്ഡമായ പ്രചരണം നടത്തുന്നു എന്ന് നിങ്ങൾ വിചാരിച്ചു കളയരുത്. ഇത് വളരെ കൃത്യമായ PR ഏജൻസികൾ ഓപ്പറേറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. ആ പരിപാടികളിൽ ഇത്തരത്തിലുള്ള ആളുകൾ പങ്കെടുക്കുന്നു. ഇനി ഇതിന്റെ ഡേഞ്ചർ എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു പരിധി കൂടി സതീശൻ കടന്നു എന്ന് ഞാൻ പറയണം. സതീശൻ തന്നെ സ്വന്തം ഇരിക്കുന്ന കൊമ്പ് കുറിക്കുന്ന പണി ചെയ്തു. എന്താണ് കാര്യം? സതീശൻ ഡൽഹിയിലെത്തുന്നു. ഡൽഹിയിലെത്തുമ്പോൾ സ്വീകരണം കൊടുക്കുന്നു. ആരാണ് സ്വീകരണം കൊടുത്തത്? MSFകാർ സ്വീകരണം കൊടുക്കുന്നു. ആ സ്വീകരണം കൊടുക്കുന്നതിന് പോലും കുഴപ്പമില്ല. സ്വീകരണം കൊടുത്തതിന് ശേഷം തൊട്ട് സൈഡിൽ കൂടി പോകുന്ന സണ്ണി ജോസഫിനെ കൂക്കി വിളിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. സണ്ണി ജോസഫിനെ കൂക്കി വിളിക്കുന്ന ഒരാള് സണ്ണി ജോസഫ് എന്ത് ചെയ്തിട്ടാണ്? സണ്ണി ജോസഫ് സതീശനെ പിന്തുണച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ അത്തരത്തിൽ ഈ പറയുന്ന ഒരു മാനിപ്പുലേറ്റ് ചെയ്യുന്ന ലെവലിലേക്കും ഈ പറയുന്ന ആളുകളുടെ പിന്തുണ എടുക്കുന്ന ലെവലിലേക്കും വി ഡി സതീശൻ എത്തിയിരിക്കുന്നു. അങ്ങനെ വി ഡി സതീശൻ ചെയ്യാതിരുന്നുവെങ്കിൽ വി ഡി സതീശൻ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ളതൊക്കെ ഒരു വലിയ വിജയം സമ്മാനിച്ച ഒരാളെന്നുള്ളത് നാച്ചുറലായി ഇതിലേക്ക് പോകുമായിരുന്നു. ഇപ്പൊ പോലും താങ്കളൊന്ന് എടുത്തു നോക്കണം. ഈ മീഡിയ വണ്ണിന്റെ ചാനലിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? അതായത് വലിയ പ്രശ്നമാണെന്ന് പറയണം. ഏത്? മലബാർ മേഖലയിൽ. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ MLA-മാർക്ക് പുറത്തിറക്കാൻ പറ്റുന്നില്ല. അവർക്കെതിരെ, അതായത് അവരൊക്കെ KC വേണുഗോപാലിനെ അനുകൂലിച്ചതുകൊണ്ട് അവർക്കെതിരെ വലിയ ജനവികാരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആരാണ് ഈ ജനവികാരത്തിന്റെ അളവുകോൽ എടുത്ത് വെച്ചേക്കുന്നത്? ഏതെങ്കിലും ചാനലുകൾക്ക് ജനവികാരം എന്താണെന്ന് അറിയാമോ? ഏഷ്യാനെറ്റും മീഡിയ വണ്ണിനെയൊക്കെ പിടിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് ഓവറായിപ്പോയി എന്നുള്ളത് മാത്രമുള്ള എൻ്റെ പ്രശ്നം. ഇനി ഇതെല്ലാം പോട്ടെ, വിമല വിനു എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരി, അതായത് പണ്ടൊരു ഇതുപോലെ യൂട്യൂബ് ചാനലിലൊക്കെ ഹെഡായിരുന്ന ഒരാളാണ്. ആ ആള് ഇവിടെ വി ഡി സതീശന് വേണ്ടി സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തുന്നു. ആ സോഷ്യൽ മീഡിയയിൽ പറയുന്നു റോജി M ജോണിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്താ? ചീത്ത വിളിച്ചുള്ളവരാണ്. അപ്പൊ ഇത്തരത്തിൽ ഞാൻ പറയുന്നത് ഇനി ഈ സംഭവങ്ങളെല്ലാം പുറത്തേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ വി ഡി സതീശനായാലും കുഴപ്പമില്ല. അല്ല, അതിനു മുമ്പ് കോൺഗ്രസിന് പറയാമല്ലോ, നമുക്ക് ഇതിന് പ്രത്യേകിച്ച് ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാവേണ്ട ആവശ്യമില്ല. പൊതുവായിട്ട് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ ആ ഒരു വികാരത്തെ നമുക്ക് യൂട്ടിലൈസ് ചെയ്താൽ മതി. നമുക്ക് പ്രത്യേകിച്ച് ജമാഅത്തയുടെ പുറകെ പോകണ്ട, ലീഗിനെ മാത്രം നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല. അവർ നമ്മുടെ ഒരു ഘടക കക്ഷിയാണ്. അപ്പോൾ അവരെ മാത്രം നോക്കിക്കൊണ്ട് നിൽക്കേണ്ട എന്നുള്ളൊരു നിർദ്ദേശം കൊടുക്കാമായിരുന്നല്ലോ. അത് ചെയ്തില്ല. അവരുടെ എല്ലാം വോട്ട് വാങ്ങി ജയിച്ചതിന് ശേഷം ഇപ്പോൾ വി ഡി സതീശൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്നത്, ഈ താങ്കൾ പറയുന്ന പോലെ അത്ര വിശാലമായ നന്മമരങ്ങളായി രാഷ്ട്രീയ പാർട്ടികൾ മാറുമെന്ന് നമ്മൾ വിചാരിച്ചു കളയരുത്. പല ആദർശങ്ങളൊക്കെ പറയുമെങ്കിലും തെരഞ്ഞെടുപ്പ് സമയത്ത് അവർ ആരുടെയും വോട്ട് വേണ്ടെന്ന് പറയാൻ തയ്യാറാവില്ല. ഇപ്പൊ പാലക്കാട് തന്നെ രാഹുൽ മാങ്കൂട്ടം മത്സരിച്ചപ്പോൾ ഒരു 3 വട്ടം റിപ്പോർട്ടർ ചാനലിലെ ബസ്സിൽ കയറി ഇരുന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു, SDP-യുടെ വോട്ട് വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഒറ്റ വാചകം പറയുന്നുള്ളൂ, ഒരു വർഗീയവാദിയുടെ വോട്ട് വേണ്ട. വീണ്ടും ചോദിക്കുന്നു SDP-യുടെ വോട്ട് വേണോ? ഒരു വർഗീയവാദിയുടെ വോട്ട് വേണ്ട. വീണ്ടും SDP-യുടെ വോട്ട് വേണോ? ഒരു വർഗീയവാദിയുടെ വോട്ട് വേണ്ട. എന്ന് പറഞ്ഞാൽ SDP-യുടെ വോട്ട് വേണ്ടെന്ന് പറയാൻ അവർ തയ്യാറല്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്താ? അവിടെ രാഹുൽ മാങ്കൂട്ടൻ ജയിച്ച ഉടനെ തന്നെ CPM-ന്റെ ഓഫീസിലേക്ക് പ്രകടനം നടത്തിയത് ആരാണെന്ന് പറഞ്ഞാൽ 2 കൊല്ലമായിട്ട് PFI പിരിച്ചു വിട്ടിട്ട് കുറങ്ങിക്കിടന്ന് വെച്ച SDP-കാരാണ് അന്ന് ശരിക്കും പറഞ്ഞ എനർജിയോടുകൂടി എന്ത് ചെയ്തത്, ചെന്ന് പ്രകടനം നടത്തിയത്. അപ്പം ഇതിൻ്റെ അടിസ്ഥാനം നമ്മൾ പറയുന്നത് ഇതൊക്കെ എല്ലാവരും എന്ത് ചെയ്യും, സൈഡിൽ കൂടി ഇതൊക്കെ മേടിക്കും എന്നുള്ള കാര്യത്തിൽ ഒന്നും നമുക്ക് തർക്കമില്ല. പക്ഷെ പ്രധാനപ്പെട്ടൊരു കാര്യം, ആ തെരഞ്ഞെടുപ്പിൽ, പാലക്കാട് തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നിലമ്പൂർ തെരഞ്ഞെടുപ്പിലും 2 പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ടായി. ഒന്ന് SDP-യുടെ പിന്തുണ വളരെ എക്സ്പ്ലിസിറ്റായി പ്രകടമായിട്ട് കോൺഗ്രസിന് മേടിച്ചു. അന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ്. നിങ്ങളല്ലെങ്കിലും ജയിക്കും, 18,600 വോട്ടിലധികം നേടി ജയിക്കുമെന്ന് ഞാൻ പ്രെഡിക്റ്റ് ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ വോട്ട് ഇല്ലെങ്കിലും, ഈ SDP വോട്ട് ഇല്ലെങ്കിലും എന്ത് ചെയ്താനേ, ജയിച്ചാനേ. കാരണം SDP-കാർക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലാതെ വേറെ ആർക്ക് വോട്ട് ചെയ്യാൻ അവിടെ കഴിയില്ല. കാരണം ഒന്നുകൊണ്ടാ, അല്ലെങ്കിൽ അവിടെ BJP ജയിക്കും. അതുകൊണ്ട് അവർക്ക് വേറെ വഴിയൊന്നുമില്ല, അവർ ജയിക്കും. പക്ഷെ ഇവരെന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. കോൺഗ്രസിന്റെ ആഹ്ലാദ പ്രകടനവും ലഡു വിതരണവും വരുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ ആര് CPM-ന്റെ ഓഫീസിലേക്ക് പ്രകടനം നടത്തുകയാണ്. ഇത് ഡേഞ്ചർ ആണെന്ന് പറഞ്ഞ് അന്ന് വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇതൊന്നും കുഴപ്പമില്ലെന്നേ. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആളുകൾ അറിയാതെ ഇത്തരത്തിൽ രഹസ്യമായിട്ട് എന്ത് ചെയ്തു, അവരുടെ വോട്ട് മേടിച്ചാലും പ്രശ്നമില്ല. വെൽഫെയർ പാർട്ടി, ഇനി വെൽഫെയർ പാർട്ടിയുടെ കേസിൽ എന്താ ഉണ്ടായത്? ഈ പറയുന്ന മൗദൂദികൾ എന്ത് ചെയ്തു, അവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് എന്ത് ചെയ്തു. അതായത് മറ്റേ മൂർഖൻ എന്തില്ല, മറ്റേ വിഷമില്ലെന്ന് പറയുന്ന പോലെയുള്ള വർത്താനമാണ് വി ഡി സതീശൻ പറഞ്ഞത്. അതും കുഴപ്പമില്ല.
ഞാൻ പറഞ്ഞ അതും പോട്ടെ, അദ്ദേഹം ഒരു നാച്ചുറൽ ചോയ്സ് ആയി വന്നില്ലെങ്കിൽ പ്രശ്നമില്ല. ഇസ്ലാമിക രാഷ്ട്രം എന്നുള്ളത് അവർക്ക് തിരുത്തിയില്ല, സതീശൻ തിരുത്തിയിട്ടില്ല. സതീശനല്ല, സതീശനെ അവര് തിരുത്തി. അവരുടെ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നടക്കം നിരവധി പേര് പറഞ്ഞു അങ്ങനെയല്ല, ഞങ്ങൾക്ക് ഇതുണ്ട് എന്നുള്ളത് അവരെന്ത് ചെയ്തു പറഞ്ഞു. പിന്നെ അവരുടെ വേറൊരു നേരത്തെ ഉണ്ടായിരുന്ന അമീറിന്റെ വാക്കുകളുണ്ട്, അതും കൂടി കേൾക്കേണ്ടതാണ്. അമീർ പറഞ്ഞേക്കണത് ജനാധിപത്യ സോഷ്യലിസം പല വാചകങ്ങളും ഒക്കെ നമ്മൾ പറയും, പക്ഷെ നമ്മൾ പഴയ ആള് തന്നെ ഇവിടെ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തന്ത്രങ്ങളൊക്കെ പറയണതെന്നാണ്. ഇതൊന്നും ഞാൻ പറഞ്ഞ കുഴപ്പമില്ല. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുഖ്യമന്ത്രി റേസിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ തോതിൽ ഇവരുടെയൊക്കെ താല്പര്യം, അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെയും മീഡിയ വണ്ണിൻ്റെയും ഒരു പരിധിവരെ ഏഷ്യാനെറ്റിൻ്റെയും ഇത്തരത്തിലുള്ള ആളുകളുടെ മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ താല്പര്യം വളരെ പ്രകടമായി വി ഡി സതീശന് അനുകൂലമാണെന്ന് പറയുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ വന്നതിന് ശേഷം ഇപ്പം ഞാൻ താങ്കളെ പിന്തുണക്കാണ് എന്ന് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാനൊരു കള്ളക്കടത്ത് കിടന്ന ഒരാളാണ്, എനിക്ക് പ്രജിതേനെ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഞാൻ രഹസ്യമായി സപ്പോർട്ട് ചെയ്താൽ കുഴപ്പമില്ല. പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞതിന് ശേഷം പ്രജിതേനെ എടുത്ത് കോൺഗ്രസ് തന്നെ എടുത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വെക്കുമ്പോൾ സംഭവിക്കാൻ പോണത് എന്താ? പിന്നെ അപ്പോൾ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ആരുടെ മുഖ്യമന്ത്രിയാണ്? ഞാനിപ്പോ എഴുതി വെച്ച് തരാം. ഈ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി വി ഡി സതീശനാണെന്ന് തീരുമാനിച്ചതിന്റെ 24 മണിക്കൂർ 48 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ശശികലയും അതുപോലെ തന്നെ പ്രശാന്ത്, ഈ പറഞ്ഞ പോലെ പ്രതീഷ് വിശ്വനാഥനും ഇതുപോലെയുള്ള നിരവധി ആളുകളും വരും. എന്താണെന്നറിയാമോ? മുസ്ലിം ലീഗ് പരിപൂർണമായിട്ടും എന്ത് ചെയ്തിരിക്കുന്നു? കോൺഗ്രസിനെ പിടിച്ചടക്കിയിരിക്കുന്നു. കോൺഗ്രസ് പ്രീണനം നടത്താൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ആർക്കും രക്ഷയില്ല. വരൂ ഹിന്ദുക്കളെ വരൂ, നമ്മൾ എന്ത് ചെയ്യും, ഒന്നിക്കൂ എന്ന് പറയുന്ന കാര്യം എന്ത് ചെയ്യും, വരും. ഇനി ഇതിലൂടെ വോട്ട് പോകാൻ വേണം ആർക്കാണെന്ന് അറിയാം? വോട്ട് പോകാൻ വേണത് CPM-നാണ്. കാരണം CPM-ന് അത്രയും വലിയ വർഗീയത പറയാൻ പറ്റൂല. അതേസമയം 3 MLA-മാർ കൃത്യമായിട്ടുണ്ട്. ആർക്ക്? ഈ പറയുന്ന BJP-യുടെ MLA-മാരിൽ ഏറ്റവും പെർഫോം ചെയ്യാൻ പോകുന്ന ഒരു MLA ഞാൻ വിജയിക്കുന്നത് വി മുരളീധരനാണ്. വി മുരളീധരന് കേരള പൊളിറ്റിക്സ് അറിയാം. കേരളത്തിലെ ഹിന്ദുക്കളെ കൺസോളിഡേറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ പെരുമാറണമെന്ന് കൃത്യമായിട്ട് അറിയാം. ഇത് സംഭവിക്കാൻ പോവാണ് കേരളത്തിൽ. അപ്പം ഞാൻ പറയുന്നത് ഇപ്പം നാളെ ഇനിയിപ്പോൾ KC വേണുഗോപാലാണെങ്കിലും സംഭവിക്കൂട്ട. KC വേണുഗോപാലാണെങ്കിലും മുസ്ലിം ലീഗിനാണ് ഈ ഭരണത്തിൽ വലിയ പ്രാമുഖ്യം, ജമാഅത്തെ ഇസ്ലാമിക്കാണ്, മൗദൂദികൾക്കാണ് എന്നൊക്കെയുള്ള പ്രചരണം നടക്കും. പക്ഷേ അത് വളരെ പ്രകടമായി നടക്കാൻ പോവാണ് ആരെന്നുണ്ടെങ്കിൽ വി ഡി സതീശൻ വന്നാൽ. കാരണം എന്താ? ഞങ്ങളുടെ മുഖ്യമന്ത്രി ഇതാണെന്ന് മീഡിയ വൺ 24 മണിക്കൂർ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ സതീശൻ തന്നെ വിളിച്ചിട്ട് പറയുകയാണ്, പ്ലീസ് നിങ്ങളൊന്ന് ദൈവത്തെ ഓർത്ത് എന്ത് ചെയ്യും, കുറക്കൂ, ഞാനിത് എങ്ങനെയെങ്കിലും എന്ത് ചെയ്തോട്ടെ, ആയിക്കോട്ടെ. കാരണം അങ്ങനെ അവർ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പം ഞാനിത് പറയൂല. ഞാനിപ്പോൾ ശരിക്കും ക്രൈം ഓൺലൈനിന് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഇന്റർവ്യൂ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞ വി ഡി സതീശൻ ആവണമെങ്കിൽ ആവട്ടെ, കുഴപ്പമില്ലെന്നാണ്. പക്ഷെ ഇന്നെപ്പോലും അമ്പരപ്പിച്ചുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഏഷ്യാനെറ്റും അതുപോലെ തന്നെ ഇത്തരത്തിൽ മീഡിയ വണ്ണും ഒക്കെ എന്ത് ചെയ്യുന്നു, വലിയ തോതിൽ ഒരാളെ പ്രൊട്ടക്ട് ചെയ്യുന്നു, ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അത് കേരളീയ രാഷ്ട്രീയത്തിൽ വലിയ അപകടകരമായിട്ടുള്ള സിറ്റുവേഷനാണ്. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താ? വെള്ളാപ്പള്ളി നടേശനും അതുപോലെ സുകുമാരൻ നായരും എന്ത് ചെയ്യുന്നു, എതിർക്കുന്നു. അപ്പം തന്നെ ഒരു ചേരിയായി. ഏത്? തൊട്ട് ഓപ്പോസിറ്റ് വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും പ്ലസ് ഇപ്പുറത്ത് എന്താണ്, മുസ്ലിം സംഘടനകളും എന്ന് പറയുന്ന മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും മുസ്ലിം SDP-യും പോലെയുള്ള മുസ്ലിം സംഘടനകളും എന്ന് പറയുന്നത് ചേരിയായി. ഈ ചേരിക്ക് ആക്കം കൂട്ടാൻ ആര് വന്നാലും ഇത് ആക്കം കൂടും. കുറച്ച് നേട്ടമൊക്കെ BJP ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് സംശയമില്ല. BJP ഉണ്ടാക്കും, ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കും. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിന് കുറച്ചുകൂടി ഫാസ്റ്റായിട്ടുള്ള ആക്കം കൂട്ടലായിരിക്കും ആര് ചെയ്താൽ, വി ഡി സതീശൻ ചെയ്താൽ. കാരണം വി ഡി സതീശൻ ചെയ്താൽ സത്യത്തിൽ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയാണെന്ന് പോലും ആളുകൾ ഇനി ചിന്തിക്കാൻ പോകുന്നത് ഇവിടെ MLA-മാരുടെ ഒന്നും പിന്തുണയില്ല. പക്ഷെ പുള്ളിക്ക് മറ്റേ മുസ്ലിം ലീഗ് പറഞ്ഞായിട്ട് കോൺഗ്രസ് എന്ത് ചെയ്തു? അതാണ് അതിൻ്റെ പ്രശ്നം. ഞാൻ പറഞ്ഞ മനസ്സിലായ? അതില്ലെങ്കിൽ പ്രശ്നം ഇല്ല. അതാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ KC വേണുഗോപാൽ എന്ത് ചെയ്യട്ടെ, മുഖ്യമന്ത്രി ആട്ടെ. ഇനി ആരെങ്കിലും മുഖ്യമന്ത്രിയായി കൈയിട്ട് വാരിയാലൊക്കെ ഇത്രേ ഉള്ളൂ. പക്ഷെ അതിനേക്കാൾ വലിയ ഡേഞ്ചറാണ് ഇവിടെ വലിയ വിഭാഗീയമായിട്ടുള്ള വർഗീയമായിട്ടുള്ള ചേരിതിരിവ് ഉണ്ടായാൽ. ആ ചേരിതിരിവ് ഏതാണ്ട് ഇപ്പം തന്നെ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ഇനി കോൺഗ്രസ് തകരാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതും കൂടി അങ്ങോട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് എന്ത് ചെയ്യും, പരിപൂർണമായും തകരും. പിന്നെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. കോൺഗ്രസിൻ്റെ സംഘടനക്ക് ഹൈക്കമാൻഡിനൊന്നും ഒരു ബലമില്ലെന്നും സോഷ്യൽ മീഡിയയിലൂടെയും ഇത്തരത്തിലുള്ള പുറത്തുനിന്നുള്ള ആളുകളുടെ ഇൻഫ്ലുവൻസിൽ ഒരു മുഖ്യമന്ത്രി തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ആ പാർട്ടിയുടെ അവസ്ഥ എന്താണ്? പ്രജിതയുടെ വീട്ടിലെ കാര്യം പ്രജിത തീരുമാനിക്കാതെ അപ്പുറത്തെ അയൽവക്കക്കാരുടെ ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ മറ്റേ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കണ്ടിട്ടോ തീരുമാനിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നാളെ ഇത് ആരും ചെയ്യൂലേ? ഹൈക്കമാൻഡ് സമ്മർദ്ദത്തിലാവൂലേ? പിന്നെ ഇതൊക്കെ ശരിക്കും ഉള്ളതാണ്. ഇതൊക്കെ ആരെങ്കിലും സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് മുടക്കി വി ഡി സതീശന് വേണ്ടി പ്രകടനം നടത്തുന്നുണ്ടാ? കോൺഗ്രസ്സുകാർ അറിയാവുന്ന ഏതെങ്കിലും കോൺഗ്രസ്സുകാരോട് ചോദിച്ചു നോക്കുക, അവർ 1 രൂപ എന്ത് ചെയ്യൂല.
CPM-കാരൻ മൈദയെങ്കിലും സ്വന്തം കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് മേടിക്കും പോസ്റ്റർ ഒട്ടിക്കാൻ. പോസ്റ്റർ കൊണ്ടേ കൊടുത്താൽ മതി. പണ്ട് പോസ്റ്ററും കൂടി അവൻ സ്വന്തം കയ്യിൽ കാശ് കൊടുത്ത് അടിപ്പിക്കുമായിരുന്നു. ഇപ്പം അത്ര ആത്മാർത്ഥതയില്ല. പക്ഷേ എങ്കിലും മൈദയെങ്കിലും മേടിക്കും. കോൺഗ്രസ്സുകാർ മൈദ പോയിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടിക്കാനുള്ള ഒരു സാധനവും മേടിക്കില്ലെന്ന് മാത്രമല്ല, ഒട്ടിക്കാൻ പോണതിൻ്റെ ചിലവും കൂടി കൊടുത്താലേ അവർ എന്ത് ചെയ്യുള്ളൂ, ഒട്ടിക്കോളൂ. അതൊക്കെ കൊണ്ട് ഇതൊക്കെ വെറും ഈ പറയുന്ന പോലെ അഭ്യാസമാണ്. ആ അഭ്യാസങ്ങൾക്കനുസരിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ തീരുമാനിക്കേണ്ടി വന്നാൽ അത് വലിയ ഡേഞ്ചറാണ്. VS-നൊക്കെ അനുകൂലമായിട്ട് അത്തരത്തിലുള്ള ഒരു കാര്യം നാച്ചുറലായി കുറെ കൂടി ഉണ്ടായതാണ്. അതിൻ്റെ പുറകിലൊക്കെ ഓർഗനൈസ് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്, അതൊക്കെ സത്യമാണ്. അപ്പം ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. പക്ഷെ VD സച്ചിൻ്റെ കേസിൽ എല്ലാം തന്നെ എറണാകുളത്തുനിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. എനിക്ക് അദ്ദേഹത്തോട് വിരോധമൊന്നുമില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായാൽ സംഭവിക്കാൻ പോകുന്നത് ഇതാണ്. ഇനി അടുത്തൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരട്ടെ താങ്കളോട്. KC വേണുഗോപാൽ എന്തോ വിജയം റാഞ്ചാൻ വേണ്ടി വരികയാണ്, എന്തോ മോശപ്പെടുന്നത്. അപ്പോൾ അയാൾ ഇവിടെ ഒരു വർക്ക് ചെയ്തിട്ടില്ലേ? KC വേണുഗോപാൽ ഇരുന്നപ്പോഴാണെന്നേ 44 സീറ്റിൽ നിന്ന് 99 സീറ്റിലേക്ക് കോൺഗ്രസ് എത്തിയത്. പക്ഷെ കോൺഗ്രസ് അങ്ങനെ എത്തുമ്പോൾ എന്താ ഗുണമെന്ന് അറിയാമോ? അത് മുഴുവൻ രാഹുൽ ഗാന്ധിയുടെ ക്രെഡിറ്റിൽ പോകും. മനസ്സിലായി? ആ സമയം ഏതെങ്കിലും സംസ്ഥാനത്ത് തോറ്റോ, നിങ്ങൾ കേട്ടോ? ഞാൻ ഇപ്പോൾ പേരൊന്നും പറയുന്നില്ല. നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള എല്ലാ സാംസ്കാരിക നായകരും യൂട്യൂബ് വിദഗ്ധന്മാരും ഒക്കെ ഇരുന്ന് നേരെ അത് KC-യുടെ തലയിലേക്ക് വെക്കും. എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിനെ പൂട്ടിക്കെട്ടിയത് KC ആണെന്ന് പറയും. ഇപ്പം ഇവിടെ കേരളത്തിലേക്ക് തന്നെ ഏതാണ്ട് 100-300 കോടി രൂപ ഫണ്ട് കണ്ടെത്തി ഇത്തവണ കൊടുത്തൊക്കെ അദ്ദേഹമാണ്. ആകെ പാളിപ്പോയൊരു കേസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം 2-3 റീലിട്ടു. അതായത് കപ്പ വേവിക്കുന്നതും ഉപ്പ് നോക്കുന്നതൊക്കെ ആയിട്ടുള്ള റീലിട്ടു. അതൊക്കെ മണ്ടത്തരമായി പോയി. സത്യം പറഞ്ഞാൽ അതത്രേ ഉള്ളൂ. ഈ രാഷ്ട്രീയത്തിൽ ഈ ഇമേജ് ബിൽഡിംഗ് എന്നൊക്കെ പറയുന്നത് കൃത്യമായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായിട്ട് കുറച്ചുകൂടി നന്നായി VD സച്ചിനൊക്കെ പണ്ടേ മുതലേ ചെയ്തു. പക്ഷെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. അത് അദ്ദേഹം ചെയ്ത് കൃത്യമായി വന്നതിനൊക്കെ ഞാൻ അനുകൂലമായിരുന്നു. പക്ഷെ ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് മൂവ്മെൻറ്റിൽ സത്യം പറഞ്ഞാൽ പുള്ളി വിളിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിലേക്ക് വിളിച്ച് സീദ് ആബിദിനോട് പറയേണ്ടതാണ്, എനിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു, പ്രചരണം നടത്തി. പുള്ളിയുടെ ചീഫ് പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് സീദ് ആബിദായിരുന്നു. അത് ശരി, പക്ഷെ അവിടെ കൊണ്ട് നിർത്തണം. ഇനി എന്ത് ചെയ്യരുത്. ഇന്ത്യയിലൊക്കെ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, അവർ ഗുണ്ടകളുടെയൊക്കെ സഹായം തേടും. വോട്ടൊക്കെ മേടിക്കുക. ഹരിയാനയിലും പഞ്ചാബിലും പല സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഗുണ്ടകൾ തോക്കിൻ മുറിയിൽ നിർത്തിയിട്ട് എന്ത് ചെയ്യും, വോട്ടൊക്കെ ചെയ്യിപ്പിക്കും. പക്ഷെ എന്നും പറഞ്ഞ് രാവിലെ അവരെയും കൂടി വിളിച്ചിട്ട് ഒന്നും എന്ത് ചെയ്യരുത്, പത്രസമ്മേളനത്തിന് ഇരുത്തരുത്. ആ ഒരു കുഴപ്പം പറ്റും. ആ കുഴപ്പം ഉണ്ടായതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ VD സച്ചിൻ ആകട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ BJPക്ക് സന്തോഷം, ജമാഅത്തെ ഇസ്ലാമിക്ക് സന്തോഷം. അതുകൊണ്ട് 5 കൊല്ലം VD സച്ചിൻ ഭരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് നാട് വിട്ട് പതുക്കെ കന്യാകുമാരിയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഏറ്റവും കുറഞ്ഞ വർഷം തൊട്ടപ്പുറത്ത് കോയമ്പത്തൂരോ, ഇനി അതല്ല എന്നുണ്ടെങ്കിൽ വല്ല ബാംഗ്ലൂരോ ഒക്കെ പോയി താമസിക്കേണ്ടി വരും.